ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ ഒരു വ്ളോഗറാണെങ്കിൽ, നിങ്ങൾ ടൂറ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആളാണെങ്കിൽ, അത് ഏത് രാജ്യത്തും ആയിക്കോട്ടെ, ലോക സഞ്ചാരിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനാനന്തര സഞ്ചാരിയാണെങ്കിൽ, കേരളത്തിനുള്ളിൽ തന്നെ ഒരു ടൂറ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ യാത്രയെ ഒരു ക്യാമറമാൻ്റെയും സപ്പോർട്ടില്ലാതെ ആ യാത്രയെ നന്നായിട്ട് പകർത്തി നിങ്ങളുടെ ശബ്ദം വളരെ പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യുവാൻ സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ളൊരു ക്യാമറയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ക്യാമറ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഡിജിടെക് എന്ന കമ്പനിയുടെ ക്യാമറയാണ് 5K 3 ആക്സിസ് ഹാൻഡ് ഹെൽഡ് ആക്ഷൻ ക്യാമറ ജിംബൽ എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗോ ക്യാം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ യാത്രകളിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഈ ക്യാമറ തയ്യാറാകുന്നു എന്നുള്ളതാണ് അവർ തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെക്കൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ മനോഹരവും വളരെ സ്ട്രോങ്ങുമായിട്ടുള്ള ഒരു കേസാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ കേസിനുള്ളിലാണ് നമ്മളുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തി കുടികൊള്ളുന്നത്. അപ്പം അദ്ദേഹത്തെ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് നിങ്ങളിത് കണ്ടില്ലേ, നാളിതുവരെ പിന്നെ DJIയുടെയൊക്കെ ഗോപ്രോ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലുള്ള ക്യാമറകളിൽ വളരെ ബുദ്ധിമുട്ടാണ്. ക്യാമറയിൽ പടം വരുന്നുണ്ടോ അല്ലെങ്കിൽ പിക്ചർ നമുക്ക് കമ്പോസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, അതിനകത്ത് വ്യൂ ഫൈൻഡർ ഇല്ല. ഉള്ള ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10-1 പോലും വലിപ്പമില്ലാത്ത സ്ക്രീനായിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ രണ്ട് തരത്തിൽ പോർട്രേറ്റായിട്ടും ലാൻഡ്സ്കേപ്പായിട്ടും ചിത്രീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ക്യാമറ പിന്നെ ശരിക്കും കൺട്രോൾ ചെയ്ത് ചിത്രീകരിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത്. അത് കഴിഞ്ഞ് അതിനകത്തൊരു പാനൽ കൊടുത്തിട്ടുണ്ട്, സെലക്ഷൻ പാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിൽ ഓപ്പൺ ഓൺ ഓഫ് സ്വിച്ചുണ്ട്. അതുകൂടാതെ റെക്കോർഡിംഗ് സ്വിച്ചുണ്ട്. അത് കൂടാതെ ഒരു സൂം ബാറും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഇതൊന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാം. അതിനുള്ളിൽ നമുക്ക് ഒരു പിന്നെ ഇത് HD ആണ്, അതായത് മൈക്രോ HD കേബിളിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോ സിം ഇടാനുള്ള ഒരു ലിഡാണ് നമുക്ക് വലത് സൈഡിലുള്ളത്. ഇടത് സൈഡിലുള്ളത് നമുക്ക് അതേപോലെ തന്നെ C കേബിള് നമുക്ക് ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. C കേബിളിൽ ചാർജ് ചെയ്യുന്നതിന് ഇതിന് 2 മണിക്കൂറോളം ബാക്കപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു മൈക്ക് ഇൻപുട്ട്, അപ്പം ചെറിയ ഒരു പിന്നുള്ള, അതായത് 3.5-ൻ്റെ ഒരു എന്താണ് നമ്മുടെ ജാക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹോളാണ് ഇതിനകത്തുള്ളത്, മൈക്ക് ജാക്കറ്റ്. അതായത് ഫോണോ ജാക്ക് ആണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ക്യാമറ ഓൺ ചെയ്താൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനകത്ത് ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ക്യാമറ വന്നു കഴിഞ്ഞു. അതിൽ ക്യാമറയുടെ ഒരു സിമ്പലുണ്ട്. അവിടെ നമുക്ക് ഏത് വേണേലും സ്റ്റാൻഡേർഡ് ഫോട്ടോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനെ ഞാൻ വീഡിയോയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 4 ഓപ്ഷൻ അതിനകത്തുണ്ട്. 1, 2 VDR ഓപ്ഷനുണ്ട്, WDR ഓപ്ഷൻ വേറെണ്ണമുണ്ട്, പിന്നെ WDR സ്ലോ മോഷൻ, അങ്ങനെ 4 ഓപ്ഷനുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഒന്നുകൂടെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റിങ്സ് വരും. ആ സെറ്റിങ്സിനകത്ത് നമുക്ക് റെസൊല്യൂഷൻ 5K വരെ റെസൊല്യൂഷനുള്ള ക്യാമറയാണെന്ന് അവരുടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ 5K തന്നെ നമുക്ക് എഴുതാം. 5Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 4K ആകുമ്പോൾ 60 ആകും. 4Kയിൽ 60 ഉണ്ട്, 30 ഉണ്ട്. പിന്നെ 120 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഫുൾ HDയിൽ വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് 720 വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും 5K നമ്മളിട്ടു, 5K റെസൊല്യൂഷൻ ഇട്ടു. WDR ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഇതിനകത്ത് ഓപ്പറേറ്ററിൻ്റെ, അതുപോലെ തന്നെ എക്സ്പോസ് കോമ്പൻസേഷനകത്ത് വരുന്നതിനകത്ത് 0 നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഓട്ടോയിലായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. പ്രീ റെക്കോർഡ് ഓഫ് ചെയ്യുന്നു. മീറ്ററിംഗ് മോഡ്സ് ഉണ്ട്, വൈറ്റ് ബാലൻസ് മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ടോ ഉണ്ട്, ഡേ ലൈറ്റ് ഉണ്ട്, ക്ലൗഡി ഉണ്ട്, ടങ്സ്റ്റൺ ലൈറ്റ് ഉണ്ട്, ഫ്ലൂറസൻ്റ് ഉണ്ട്, ഹൈയും ലോയും ഉണ്ട്, പിന്നെ ടെമ്പറേച്ചറും ഉണ്ട്. അപ്പം നമുക്ക് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ ക്യാമറയുടെ കൂട്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതിന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ,
പിന്നെ WDR LDC ഇത് ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. അടുത്തത് വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ നമ്മുടെ മൊബൈലുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. എഫക്ട്സും ഇതിനകത്ത് കുറച്ച് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, നാച്ചുറലുണ്ട്, നെഗറ്റീവ് എഫക്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ലൈറ്റ് ഫ്രീക്വൻസി 50-60 ഉണ്ട്. അത് കൂടാതെ സൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷട്ടറിൻ്റെ ഇപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഷട്ടറിൻ്റെയും ബൂട്ടപ്പ് സൗണ്ട്, ബീപ്പ് സൗണ്ട്, വോളിയം ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ മൈക്രോഫോൺ സെലക്ഷനുണ്ട്. ഈ മൈക്രോഫോൺ സെലക്ഷനിൽ നമുക്ക് ഏറ്റവും കുറച്ച് സംഭവങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടൻസർ മൈക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ M2 മൈക്കാണ് ഹോളിലാൻഡിൻ്റെ. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഉള്ള സൗണ്ടെല്ലാം കൂടെ കയറി വരുന്ന ഒരു ഓപ്ഷൻ്റെ കിടക്കുന്നതാണെങ്കിൽ 11:8 ഫോർമാറ്റ്. പിന്നെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ പവർ ഓഫ് 5 മിനിറ്റാണ് ഇപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ സേവർ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഓൺ സ്ക്രീൻ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഗിംബൽ കൺട്രോൾ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. PT സെറ്റ് മോഡുണ്ട്. അതൊക്കെ നമുക്ക് ദൂരെ ഇരുന്ന് തന്നെ ഈ ക്യാമറ വർക്ക് ചെയ്യാമെന്ന് കാണിക്കുന്നു. ഫേസ് ട്രാക്കിങ്ങും ഇതിനുണ്ട്. അപ്പം ആവറേജ് ഒരു 2-3 ലക്ഷം രൂപയ്ക്കുള്ള ഒരു DSLR ക്യാമറയിൽ വരുന്ന പ്രൊഫഷണൽ ഐറ്റംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അത് നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ട് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മളെടുത്ത സംഭവങ്ങൾ ഇതിൽ തന്നെ പ്ലേ ബാക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്പെക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. മോഡൽ DAC 202, ചിപ്സെറ്റ് iCatch V39AX ആണ്. ലെൻസ് സെൻസർ സോണി ഹൈ സെൻസിറ്റിവിറ്റി CMOS സെൻസറാണ് വരുന്നത്, MX317. സ്റ്റെബിലൈസേഷൻ 3 ആക്സിസ് പറയുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ 2.4G RF ആണ്. എഫക്റ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ഒറിജിനൽ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നാച്ചുറൽ, നെഗറ്റീവ്, വാം, ഹൈ അത്രയാണ്. ഫീൽഡ് ഓഫ് വ്യൂ 120 ഡിഗ്രിയാണ്. വീഡിയോ റെസൊല്യൂഷൻ അപ് ടു 5K പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം TF കാർഡ്, എക്സ്റ്റേണൽ മൈക്രോ SD കാർഡ് മാക്സിമം 512 GB റെക്കമെൻഡഡ് ആയിട്ടുള്ളത് പറയുന്നത് 512 GB കാർഡിൽ വരെ റെക്കോർഡ് ചെയ്യാം. ടോട്ടൽ പിക്സൽ റേറ്റ് പറയുന്നത് 40x മെഗാപിക്സലാണ്. 40x മെഗാപിക്സൽ മുതൽ 2M വരെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം 48 മെഗാപിക്സൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റെഡ് ക്യാമറയുടെയൊക്കെ 40ആണ്. ഇവിടെ 48 പറയുന്നുണ്ട്. ആ മെഗാപിക്സലും നമ്മൾ ഇതുമായിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എനിവേ വൈഫൈ ആപ്പ് DD OD ക്യാം അവൈലബിൾ ഓൺ iOS റെക്കോർഡിംഗ് പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ബോത്ത് രണ്ടും പറഞ്ഞു. വൈഫൈ ആപ്പിലൂടെ നമുക്ക് iOS റെക്കോർഡിംഗ് പറയുന്നുണ്ട്. ബിൽറ്റ് ഇൻ സ്പീക്കർ ഇതിനുള്ളിലുണ്ട്. ബിൽറ്റ് ഇൻ മൈക്രോഫോൺ ആൾസോ സപ്പോർട്ട് എക്സ്റ്റേണൽ മൈക്ക് 3.5 ജാക്കാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് HDMI ഔട്ട്പുട്ട് മിനി HDMI D ആണ് ഇതിനകത്തുള്ളത്. ബാറ്ററി കപ്പാസിറ്റി 7.6 വോൾട്ടിൻ്റെ 1450 മെഗാഹെർട്സിൻ്റെ ബാറ്ററിയാണുള്ളത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മിനിമം നീണ്ടു നിൽക്കുന്ന ഒരു റെക്കോർഡിംഗ് നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത്. ഫീച്ചേഴ്സ് സപ്പോർട്ട് ലൂപ്പ് വീഡിയോ, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, സെൽഫ് ടൈമർ, ബെസ്റ്റ് ഫോട്ടോ, പ്രീ റെക്കോർഡ്. വെർട്ടിക്കലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് റീലൊക്കെ ആയിട്ട് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ രീതിയിൽ എടുക്കാം. അതല്ല ലാൻഡ്സ്കേപ്പിൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പം ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി പറയാം. ഇപ്പം നമ്മൾ മലനാട് TVക്ക് വേണ്ടി വാങ്ങിയതാണ്. ന്യൂസിന് പക്ക സംഭവങ്ങളാണ് കേട്ടോ. ന്യൂസിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓട്ടോ സെക്ഷനിൽ ഇട്ട് കൊടുത്താൽ, മാനുവലായിട്ട് ഇട്ടാൽ എത്രത്തോളം അതിൻ്റെ ഫോക്കസും മറ്റുള്ള കാര്യങ്ങളും കളറും ഒക്കെ കറക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാനുവൽ മാറ്റിയിട്ട് നമ്മൾ ഓട്ടോയിലിട്ടാണ് ഇത് കൂടുതലും വാർത്ത പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ക്ലാരിറ്റി വരുന്നുണ്ട്. എന്നാലും DJIയുടെ 4K ക്യാമറയായിട്ട് തെറ്റിച്ച് നോക്കുമ്പം അത്രയും ക്വാളിറ്റിയോ ആ സ്ട്രെങ്ത്നെസ് ഇതിന് വരുന്നില്ല. പിക്സലൊക്കെ നമുക്ക് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണാം. അതുകൂടാതെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മൈക്ക് കൊടുത്താൽ ആ മൈക്കിൻ്റെ വോളിയം കൺട്രോളിങ് നമുക്ക് ചെയ്യണ്ടേ. അത് ഇതിനകത്ത് റെക്കോർഡിംഗ് ബട്ടൺ ഞെക്കിയാലേ ഈ വോളിയം കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വോളിയം എന്നുള്ളതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അനാവശ്യമായി റെക്കോർഡ് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. പിന്നെ മറ്റൊന്ന് DJIയുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ ഈ പറയുന്ന ഗിംബൽ ആക്സിസ് 3 ആക്സിസ് എന്നൊക്കെ പറഞ്ഞാലും അത് എനിക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്മൂത്ത്നെസ് കുറവുണ്ട്. നമുക്ക് അതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുറച്ചുകൂടെ ഈ നിർമ്മാതാക്കൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ.
ഓക്കെ, എനിവേ എന്നാലും നമുക്ക് ഈ 5Kയിലുള്ള വിഷ്വൽ ക്വാളിറ്റി പറയാതിരിക്കുക വയ്യ, നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പക്ഷേ മൂല്യം ഇപ്പം നമ്മൾ ഡി ജെയുടെ ഒരു ക്യാമറയിലേക്കൊക്കെ പോകുമ്പം 70,000 രൂപ 68 മുതൽ മേപ്പോട്ടാണ് ഇപ്പം DJI-3 വന്നിരിക്കുന്നത്, പോക്കറ്റ് 3 വന്നിരിക്കുന്നത്. അപ്പം അതുമായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന 25,000 രൂപയ്ക്ക് ഇത് നൽകുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെന്താണ് ചുപ്പരകം ഒന്നും ഉണ്ടായിരുന്നാൽ മതി, എടുക്കുക, ഷൂട്ട് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. പക്ഷേ ഒരു പ്രൊഫഷണൽ ഒരു ടെലിവിഷൻ ഹൗസിന് യോജിച്ചതാണോ എന്ന് ചോദിച്ചാൽ DJIയുടെ അത്രയും ഇത് വരുന്നില്ല. അതിന് കുറച്ചുകൂടി കപ്പാസിറ്റി 4K അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1080 മതി. പക്ഷേ ആ പറയുന്ന സെൻസിറ്റീവായിട്ടുള്ള അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് 5K റെസൊല്യൂഷനുള്ള ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പോരായ്മ. എന്തായാലും 25,000 രൂപ എന്ന് പറയുന്നത് താരതമ്യേന ചെറിയ ഒരു പൈസയ്ക്ക് വർത്താണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ബാറ്ററി ബാക്കപ്പൊക്കെ കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ DJIക്ക് ഇല്ലാത്തൊരു കാര്യം പറയാം, ഏറ്റവും നല്ല പാക്കിങ് ആണ് ഇതിനകത്തുള്ളത്. വളരെ മനോഹരമായ ഒരു പാക്കിങ്. ആ പാക്കിങ്ങിനകത്ത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എടുത്തെറിഞ്ഞാൽ പോലും ക്യാമറയ്ക്കൊന്നും പറ്റില്ല. ഇതാണ് നമ്മളുടെ ഡിജിടെക്കിൻ്റെ ഗോ ക്യാം എന്ന് പറയുന്ന ഈ ക്യാമറയുടെ ഫെസിലിറ്റികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് മലനാട് ടിവിയുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുക. നന്ദി, നമസ്കാരം.